ഒരു ഫോറിൻ കൺട്രിയിൽ വർക്ക് ചെയ്യുന്ന ഏതൊരു മലയാളിയും ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ്. എൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ ഭാഗ്യം കൊണ്ടാണ് ഞാനിതെത്തിയത്. ദൈവമേ നന്ദി. ദേ ആർ റെഡി ടു ലിക്ക്, എൻ്റെ എക്സാക്റ്റ് വേർഡ് പറയത്തില്ല, പക്ഷേ ദേ ആർ റെഡി ടു ലിക്ക് യുവർ ബൂട്ട്. ഐ ആം ഗുഡ് എന്നേ പറയത്തുള്ളൂ. ഇതേ ആളോട് നിങ്ങൾ മലയാളത്തിൽ സാധനം ചോദിച്ചേ, എന്നാ കൊണ്ടാ, ഇങ്ങനെ പോകുന്നു, സുഖമാണ് ആയിട്ട് പോകുന്ന ഒരാൾ പറയൂല. അതാണ് ഇന്ത്യൻ പ്രൊഫഷൻസിൻ്റെ സംഭവം. ഈ പ്രോബ്ലം സോൾവിങ് സ്കിൽ എന്നുള്ള സംഭവം മാത്രം ദയവ് ഇതൊന്ന് വളർത്തിയെടുക്കുക. അതിൻ്റെ സ്ട്രാറ്റജി ഒന്ന്, ഈ ഭാഗ്യം ഈശ്വരൻ എന്നുള്ള വാക്കുകളൊന്ന് മാറ്റി വെക്കുക. ലോങ് ഫ്യൂച്ചറിൽ യു വോണ്ട് റീച്ച് എനിവർ, യുൽ ബി ജസ്റ്റ് കട്ട് ഓഫ്. ആൾക്കാർക്ക് അറിയാം എങ്ങനെ കട്ട് ചെയ്യണം എന്നുള്ളത്, അതവർ ചെയ്തോളൂ. ഹലോ ഫ്രണ്ട്സ്, ഇച്ചിക്ക് സ്വാഗതം. ഇത് ചർച്ച ചെയ്യാൻ ശ്രമിക്കുന്നത് കെയർ ഹോംസിനെ മാത്രമല്ല, ഒരു ഫോറിൻ കൺട്രിയിൽ വർക്ക് ചെയ്യുന്ന ഏതൊരു മലയാളിയും ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ്. എന്തെങ്കിലും ഒരു നല്ലത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി കഴിയുമ്പോഴത്തേനും അയ്യോ എനിക്കിതിന് അർഹതയില്ലേ, അല്ലെങ്കിൽ അയ്യോ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇല്ലെങ്കിലും ഇങ്ങനെയാണ് ആക്ടിങ്, ഇങ്ങനെയാണ് പെട്ടെന്ന് വരുന്ന റെസ്പോൺസ്. ആദ്യം നമുക്ക് തോന്നും ഇത് എളിമ കാണിക്കുന്നതാണെന്ന് തോന്നും. ഭൂരിഭാഗം പേരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ, ഞാനിത് ഒത്തിരി പേരോട് സംസാരിക്കും, എനിക്ക് മനസ്സിലാകുന്നത് ആൾക്കാരുടെ വിചാരം അവരെക്കാട്ടിലും കഴിവുള്ളൊരു ഇഷ്ടം പോലെ നാടിയുറ്റുണ്ട്. അയ്യോ അത് കാണുമായിരിക്കും കേട്ടോ, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല, നിങ്ങളെക്കാട്ടിലും കഴിവുള്ളൊരു നാടിയുറ്റും കാണുമായിരിക്കും. നിങ്ങൾ ഏത് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വാലിഡാണ്. എൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ ഭാഗ്യം കൊണ്ടാണ് ഞാനിതെത്തിയത്. ദൈവമേ നന്ദി. കുർബാനയ്ക്ക് പോകുന്നു, അമ്പലത്തിൽ പോകുന്നു, വേറെ 100 കൂട്ടം കാര്യങ്ങൾ ചെയ്യുന്നു. എന്നാൽ ഇത്രയും നാൾ ഇവർക്ക് ഈ ഹൈക്ക് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. ഈ ഹൈക്ക്, സാലറി ഹൈക്ക് വേണമെന്നുണ്ടായിരുന്നു, ജോലി പ്രൊമോഷൻ വേണമെന്നുണ്ടായിരുന്നു, അടുത്ത സ്റ്റേജിലോട്ട് പോകണമെന്നുണ്ടായിരുന്നു. ഇതൊക്കെ ഇവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്ന കാരണമാണ്. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ദെയർ, somebody is serving it on your plate, you feel always like, oh no, this is not because of my caliber, this is because I am getting lucky or God is blessing me. ഈ ടൈപ്പിലുള്ള ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് ആദ്യമേ തോന്നുന്നു. അതായത് നമുക്ക് ആദ്യമേ ഇവരുടെ ഈ സംഭവത്തിന് ആദ്യമേ നമുക്ക് മനസ്സിലാകുന്നത് ഇവൻ എളിമ കാണിക്കുവാണെന്നാണ്. ഇതിനെ പക്ഷേ മറ്റുള്ള ആൾക്കാർ വിളിക്കുന്ന പേര് ഇമ്പോസ്റ്റർ സിൻഡ്രോം എന്നാണ്. അതായത് ഇംഗ്ലീഷുകാർക്കിടയിലത്തെ വാചകം പറയുവാണ്. ഒരു മാനേജ്മെൻറ്റ് നിങ്ങളെ കാണുമ്പോൾ മാനേജ്മെൻറ്റ് ആദ്യമേ ചിന്തിക്കുന്നത് അപ്പോൾ അവനറിയത്തില്ലായിരുന്നു അവൻ ഇത്രയും കഴിവുണ്ടെന്ന്. സോ യു ആർ എ വർക്കർ, യു ആർ നോട്ട് എ മാനേജർ, യു ആർ എ വർക്കർ അല്ലേ. നിങ്ങളെന്നും ഇങ്ങനെ അടിമയായിട്ട് പണിയാൻ വേണ്ടി മാത്രം പ്രിപ്പയർ ആയിരിക്കുന്ന, സ്ട്രക്ചർ ചെയ്യപ്പെട്ടിരിക്കുന്ന, അങ്ങനെ വയർ ചെയ്യപ്പെട്ടിരിക്കുന്ന ജീവിയാണ് നിങ്ങൾ നാളെ നിങ്ങൾ ചിന്തിക്കുന്നത് എന്നാണ് ഏതൊരു മാനേജ്മെൻറ്റും ആദ്യം ചിന്തിക്കുക. എന്നാൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് ഐ ഡിസേർവ് ഇറ്റ്, ഞാനിപ്പോൾ ഈ ചെയ്ത സാധനങ്ങൾ ഞാൻ ഇതിനു മുമ്പ് എന്തുമാത്രം പണിയെടുത്തിട്ടുണ്ട്, എത്രയോ കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്, ആൻഡ് ദിസ് ഈസ് വാട്ട് ഐ എം ഗെറ്റിംഗ് ബാക്ക്, ഐ എം ഹാപ്പി അബൌട്ട് ദാറ്റ്, താങ്ക് യു സോ മച്ച്. ഇതാണ് നിങ്ങളുടെ പ്രതികരണം എന്നൊന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ നാട്ടിൽ ബിഹേവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് നന്മ വന്നാലും, നിങ്ങൾക്ക് എന്ത് നല്ലത് വന്നാലും, യു ഷുഡ് ആക്ട് ലൈക്ക് ഐ എം റിയലി സോറി, ഐ എം നോട്ട് വർത്തി ഓഫ് ഇറ്റ്. ഈ ഒരു സാധനം എടുത്തിടണം എന്നുള്ളത് എന്തോ റൂളാണ്. നാട്ടിലെ ആൾക്കാരില്ലെങ്കിൽ നിങ്ങളെ സ്വയം പൊങ്ങി എന്ന് വിളിക്കും. കാരണം ഇതൊക്കെ ചെറുപ്പം മുതലേ, ഞാനിവിടെ കോളേജിൽ പഠിച്ച കാലം മുതൽ ഞാനിത് പ്രാക്ടീസ് ശ്രമിക്കും. എൻ്റെ കൂടെയൊക്കെ പഠിച്ച ആൾക്കാർക്കറിയാം, ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കറിയാം, ഈ പെണ്ണുങ്ങളെല്ലാം എന്നെ വിളിച്ചുകൊണ്ടിരുന്ന സ്വയം പൊങ്ങി എന്നാണ്. കാരണം എന്നറിയോ, ജീവിതത്തിൽ എനിക്കൊരു കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെനിക്ക് കഴിവുള്ളത് തന്നെയാണ്. അതിനകത്ത് വേറെ എക്സ്ക്യൂസ് ഒന്നുമില്ല. ആ കഴിവ് എനിക്കുണ്ടെന്ന് ഞാൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും. ആൻഡ് ദിസ് ഈസ് ദ വേ ഐ എം പാറ്റിംഗ് മൈ ബാക്ക്. ഞാൻ എന്നെ അഭിനന്ദിച്ചില്ലെങ്കിൽ പിന്നെ വേറെ എവിടെയും വന്ന് അഭിനന്ദിക്കുമോ? ഇതാണ് എൻ്റെ പോളിസി. വൈ ഐ എം ടോക്കിംഗ് അബൌട്ട് ദിസ് ഇമ്പോസ്റ്റർ സിൻഡ്രോം. ഞങ്ങൾക്ക് റീസെൻ്റ്ലി ഞങ്ങളുടെ വർക്ക് ചെയ്യുന്നതിൻ്റെ ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട്, അവരിപ്പോൾ എൻ്റെ കമ്പനിയിലല്ല വർക്ക് ചെയ്യുന്നത്, അവരൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. ഇപ്പോൾ പല സ്ഥലങ്ങളിൽ റീജിയണൽ മാനേജേഴ്സായിട്ടൊക്കെ വർക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ ഒരു ഗ്രൂപ്പിനകത്ത് ഞങ്ങൾക്ക് ഒരു ടോക്ക് ഉണ്ടായപ്പം ഇന്ത്യൻസിൻ്റെ ഒരു സ്വഭാവമായിട്ട് അവർ പറയുവാണ്, അവരുടെ കൂടുതൽ ഇംഗ്ലീഷുകാരെല്ലാവരും കൊടുത്ത് ഫീഡ്ബാക്ക് പറയുവാണ്, എപ്പോൾ എന്ത് കൊടുത്താലും ദേ ആർ റെഡി ടു ലിക്ക്, എൻ്റെ എക്സാക്റ്റ് വേർഡ് പറയത്തില്ല, പക്ഷേ ദേ ആർ റെഡി ടു ലിക്ക് യുവർ ബൂട്ട്. അത് അങ്ങനെയാണ് അവർ ബിഹേവ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ്സ് സംതിങ് നമുക്കെന്തോ ഒരു ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നുന്ന, ഇതിൻ്റെയൊക്കെ ഒറിജിനൽ വേർഡ് അവർ ഉപയോഗിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റൂഡാണ്, ഭയങ്കര മോശമാണ്. അതുകൊണ്ടാണ് ആ വേർഡുകൾ പറയാത്തത്. പക്ഷേ ഇതാണ് ഇവർ പറയാൻ ശ്രമിക്കുന്നത്. എന്തുകൊണ്ട് ദേ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്, വൈ കാൺട്ട് ദേ അണ്ടർസ്റ്റാൻഡ്, ദേ ഡിസേർവ് ഇറ്റ്, ദേ വർക്ക്ഡ് ഫോർ ഇറ്റ്, ദേ ഏൺഡ് ഇറ്റ് എന്തുകൊണ്ട് അവർക്ക് മനസ്സിലാകുന്നില്ല? നിങ്ങൾ പറ, നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? നിങ്ങൾ ഈ കണ്ട പട്ടിപ്പണി മൊത്തം ഈ കണ്ട സ്ഥലങ്ങളെല്ലാം പോയി എടുക്കുന്നു. നിങ്ങൾ എവിടെ ജോലി ചെയ്യുന്നു അവിടെ എല്ലാം പട്ടിപ്പണി എടുക്കുന്ന ആളാണ് മലയാളി അല്ലെങ്കിൽ ഇന്ത്യൻ. എന്നിട്ട് നിങ്ങൾക്കൊരു സാലറി ഹൈക്കോ, നിങ്ങൾക്കൊരു നന്മയോ ഒരു നേട്ടമോ വരുമ്പം വൈ ആർ യു ബിഹേവിങ് ലൈക്ക് ദിസ്? ബിക്കോസ് ദിസ് ഈസ് വയേർഡ് ദെയർ. നിങ്ങളുടെ തലയ്ക്കകത്ത് ഇത് വയർ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. എളിമ, കരുണ, ഈ വിനയം, ഡസൻറ്റ് മാറ്റർ ഗൈസ്. നിങ്ങൾ ഈ വിചാരിക്കുന്നത് ഈ വേർഡുകളൊന്നും ഇവിടെ വർക്കബിൾ അല്ല. ഇതിനെയൊന്നും നിങ്ങളെ കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർ ഇങ്ങനെയല്ല ഇതിനെ കാണുന്നത്. അവരിതിനെ കാണുന്നത് പുച്ഛത്തോടെയാണ്. യു ആർ ആക്ടിങ്, യു ആർ ജസ്റ്റ് ആക്ടിങ്, യു ആർ നോട്ട് സെയിങ് നോ. ആണോ? നിങ്ങൾ പറയുകയാണോ അയ്യോ എനിക്ക് അർഹതയില്ലാത്തതുകൊണ്ട് ഈ പദവി വേണ്ടതാണ് പറഞ്ഞത്? അല്ല. വിച്ച് അഗെയിൻ റീസണിങ് ദാറ്റ് ഒക്കെ യു ആർ ലൂസിങ് യുവർ ക്രെഡിബിലിറ്റി.
അല്ലേ? നിങ്ങൾ ഇത്രയും നാൾ ഉണ്ടാക്കിയെടുത്ത ക്രെഡിബിലിറ്റി, ഇവനൊരു ആക്ടറാണോ, ഇവനൊരു ഇമ്പോസ്റ്ററാണോ എന്ന് തോന്നിപ്പിക്കുന്ന ലെവലിലോട്ട് ആൾക്കാരെ കൊണ്ട് ചിന്തിപ്പിക്കുന്നു. ഇത് മിക്കവാറും ഇടത്തും ഉണ്ടാകുന്നുണ്ട്. നിങ്ങളെ ഒരു മാനേജർ അഭിനന്ദിക്കുന്നു, നിങ്ങൾ സ്റ്റാഫ് ഓഫ് ദ ഇയർ ആണ്, അല്ലെങ്കിൽ സ്റ്റാഫ് ഓഫ് ദ മന്ത് ആണ്, വേറെ ആർക്കും കിട്ടിയിട്ട് നിങ്ങൾക്ക് മാത്രം, അല്ലെങ്കിൽ നിങ്ങളെ സ്റ്റേജിൻ്റെ വിളിച്ച് അഭിനന്ദിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു നിങ്ങൾ ഇന്ന പ്രൊജക്റ്റ് ചെയ്തതിൻ്റെ അകത്ത് നിങ്ങൾ ചെയ്തിരിക്കുന്ന കോൺട്രിബ്യൂഷൻ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ വരുന്നത്. അപ്പോൾ ഇതെല്ലാം പറയുന്നിടത്തും നിങ്ങൾ പറയേണ്ട ഒരു റെസ്പോൺസ് ഉണ്ട്. അതിനപ്പുറം നിങ്ങൾ വിനയമോ എളിമയോ കരുണയോ അല്ലെങ്കിൽ ഞാനൊന്നുമല്ലേ ലക്ക് കൊണ്ടും ദൈവാനുഗ്രഹം കൊണ്ടാണ് എന്ന് അഭിനയിച്ചാൽ യു ആർ ലൂസിങ് യുവർ ക്രെഡിബിലിറ്റി. അതുകൊണ്ട് മാത്രം പറയുന്നു, സാംസ്കാരിക വ്യത്യാസം തന്നെയാണ് ഇതിന് കാരണം, ഇന്ത്യയുടെ കൾച്ചറിൻ്റെ കുഴപ്പം തന്നെയാണ് ഇതിന് കാരണം. പ്ലീസ് ചേഞ്ച് ഇറ്റ്. അത് ചെയ്യാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. മെയിനായിട്ട് ഇതിന് 3 തരം സമ്മർദ്ദങ്ങൾ പറയാം. ഒന്ന് സംസ്കാരത്തിൻ്റെ സമ്മർദ്ദം. സാംസ്കാരികമായിട്ട് നമ്മുടെ ഭാഷയും നമ്മുടെ രീതികളും ഇങ്ങനെയാണ്. താങ്ക് യു നമ്മുടെ നാട്ടിലൊരാണ് നമ്മളെ അഭിനന്ദിച്ച് കഴിഞ്ഞാൽ താങ്ക് യു സോ മച്ച്, അറ്റ് ദ എൻഡ് ഐ ഏൺഡ് ഇറ്റ് എന്ന് പറയാനായിട്ട് നമുക്കൊരു വാക്കില്ല, നമുക്കൊരു വഴിയില്ല, നമ്മളത് ആരും പഠിപ്പിച്ചിട്ടില്ല. 2, നമ്മുടെ സംസ്കാരം. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യൻ സംസ്കാരത്തിനകത്ത് ഒരിടത്ത് പോലും ഐ ഡിസേർവ് ഇറ്റ്, അറ്റ് ദ എൻഡ് ഐ ഏൺഡ് ഇറ്റ് എന്ന് പറയാൻ വേണ്ടി നമുക്ക് പറ്റുന്നില്ല. നമ്മളെ ആരും പഠിപ്പിച്ചിട്ടില്ല എങ്ങനെ ബിഹേവ് ചെയ്യണം. ആ സ്റ്റേജിനകത്ത് ആ പർട്ടിക്കുലർ പൊസിഷനിൽ എങ്ങനെ ബിഹേവ് ചെയ്യേണ്ടത് ആരും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. നേറ്റീവ് സ്പീക്കേഴ്സിൻ്റെ കൂടെ നിൽക്കുമ്പോൾ, അതായത് നമ്മൾ ഇവിടെ നിൽക്കുന്നവരുടെ ഇത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി അല്ലെങ്കിൽ ഒരു അറബ് സ്പീക്കിംഗ് കൺട്രിക്കകത്ത് നമ്മൾ നിൽക്കുകയാണ്. നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെല്ലാം ആ ഭാഷയ്ക്കകത്ത് വെൽ വേഴ്സ്ഡ് ആയിരിക്കും. അവർക്ക് നന്നായിട്ട് ബിഹേവ് ചെയ്യാൻ അറിയാം, വർത്തമാനം പറയാൻ അറിയാം, അതിൻ്റെ ടാക്ടിക്സ് അറിയാം, അതിനകത്ത് ഉപയോഗിക്കുന്ന ഭാഷയുടെ ടോണും സ്റ്റൈലും മാറ്റിയിട്ട് ആൾക്കാരെ കയ്യിലെടുക്കാൻ അറിയാം. നിങ്ങൾക്കിതൊന്നും അറിയത്തില്ലായിരിക്കും. ബട്ട് യു ഹാവ് സംതിങ് ഇൻ യു, അല്ലേ? നിങ്ങളിൽ എന്തോ കണ്ടുകൊണ്ടാണല്ലോ അവർ നിങ്ങൾക്കൊരു ഒരു സംതിങ് ബെറ്റർ, ഒരു പ്ലസ് തരുന്നത്. ആ പ്ലസ്സിന് ഉടനെ നിങ്ങളെങ്ങനെ കാണുന്നറിയോ? എടാ ഇവനൊക്കെ ഇത്ര കാര്യങ്ങളെല്ലാം 4 ചുറ്റുണ്ടായിട്ട് എന്തുകൊണ്ട് എനിക്കത് കിട്ടി? ആദ്യത്തെ ചോദ്യമാണിത്. അത് ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? പക്ഷേ ഇന്ത്യൻ ചിന്തിക്കും. ഇന്ത്യക്കാരുടെ പ്രത്യേകത നമ്മൾ മാത്രമേ ചെയ്യൂ, നമ്മൾ ചിന്തിക്കും. പിന്നെ നമ്മുടെ നാട്ടിലെ മലയാളി കമ്മ്യൂണിറ്റിയുടെ വേറൊരു സ്വഭാവമാണിത്. നാട്ടിൽ നമ്മളിങ്ങനെ എന്തെങ്കിലും നല്ല ജീവിതം എന്നൊന്ന് പറഞ്ഞാൽ, അതായത് ഞാൻ ഹൗ ആർ യു ഡൂയിങ്, നമ്മളൊരാളോട് ചോദിക്കുക നമ്മുടെ നാട്ടിൽ ഹൗ ആർ യു ഡൂയിങ്, ഐ ആം ഡൂയിങ് ഫൈൻ എന്നേ ഇവിടെ പറയത്തുള്ളൂ, അല്ലേ? ഐ ആം ഗുഡ് എന്നേ പറയത്തുള്ളൂ. ഇതേ ആളോട് നിങ്ങൾ മലയാളത്തിൽ സാധനം ചോദിച്ചേ എന്നാ ഉണ്ടറാ, ഇങ്ങനെ പോകുന്നു, സുഖമാണ് ആയിട്ട് പോകുന്ന ഒരാൾ പറയൂല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ പറയൂല. അത് ഇവിടെ അല്ലേ, എവിടെയാണെന്ന് നിങ്ങൾ പറയില്ല. അതാണ് നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിയുടെ കുഴപ്പമാണത്. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. നമ്മളെപ്പോഴും ഇങ്ങനെ പോകുന്നു, എന്നെ ഇത്രയും മെലങ്കളിക്കാകുന്നേ, ഇത്രയും സങ്കടപ്പെടേണ്ടത് എന്തിനാ? എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ഇങ്ങനെ പോകുന്നേ ഉള്ളോ? നിങ്ങൾ ആണോ അത്രയും നിങ്ങൾ ചെയ്യുന്നുള്ളൂ? അല്ല, യു ആർ ഡൂയിങ് റിയലി ഗുഡ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റി ട്രെയിൻ ചെയ്യപ്പെട്ടിരിക്കുന്നതും വയർ ചെയ്യപ്പെട്ടിരിക്കുന്നതും ഇങ്ങനെയാണ്. കഠിനാധ്വാനം അളക്കുന്ന രീതി അതൊരു എടുത്തൊരു കാര്യമാണ്. അതായത് ഇന്ത്യൻ വർക്ക് എത്തിക്സിൻ്റെയും വെസ്റ്റേൺ പ്രൊഡക്ടിവിറ്റിയുടെയും ഒരു പ്രശ്നമുണ്ട് ഇതിനകത്ത്. അതെന്തുകൊണ്ടാണ് എടുത്ത് പറയാം. ഇന്ത്യയിൽ നമുക്ക് പ്രസൻറ്റഡ് ആയിട്ടുള്ള കഠിനാധ്വാനം കാണണം. നമ്മൾ അങ്ങോട്ട് നടക്കുന്നു, ഇങ്ങോട്ട് നടക്കുന്നു, എന്തൊക്കെയോ ചെയ്തു, പേപ്പറുകളെല്ലാം സൈൻ ചെയ്തു, പ്രൊജക്റ്റ് സമർപ്പിക്കുന്നു, ഇതെല്ലാം ദൃശ്യമായിട്ട് നിങ്ങൾക്ക് കാണണം. അതായത് നിങ്ങൾ വെറുതെ സിഗരറ്റും വലിച്ചില്ല കാപ്പിയും കുടിച്ചിട്ട് ടേബിളിൽ ഇരുന്നിട്ട് അവസാനം 10 മിനിറ്റ് വർക്ക് ചെയ്തിട്ട് നിങ്ങൾ ആ പേപ്പർ സബ്മിറ്റ് കഴിഞ്ഞാൽ പോരാ. അവനൊന്നും കാര്യക്ഷമതയുള്ള പണിക്കാരനല്ല. എന്നാൽ രാവിലെ മുതൽ വൈകിട്ട് വരെ കമ്പ്യൂട്ടർ ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അവൻ്റെ കുത്താ ഈ കുത്ത് കാണിച്ചിട്ട് വൈകുന്നേരം ആയി കഴിയുമ്പോഴത്തേക്കും പിന്നെ ഇതേപോലെ തന്നെ 10 മിനിറ്റോട് അവന് സബ്മിറ്റ് ചെയ്യുന്നു. പക്ഷെ അവന് പേരുണ്ട്. അവൻ ഇടയ്ക്കിടയ്ക്ക് മാനേജറെ കാണാൻ പോകുന്നു, കാപ്പി എടുത്ത് കൊടുക്കുന്നു, അങ്ങോട്ട് ഓടുന്നു, ഇങ്ങോട്ട് ഓടുന്നു, ഒന്നുമില്ല. അവൻ ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുക രാവിലെ മുതൽ വൈകിട്ട് വരെ. അവന് ഈ അവസാനം 10 മിനിറ്റിലെ വർക്കേ ചെയ്തിട്ടുള്ളൂ. ബട്ട് ദാറ്റ്സ് എ കൈൻഡ് ഓഫ് പ്രസൻറ്റേഷൻ. ഇനി നേഴ്സുമാരെന്ന് പറഞ്ഞു നോക്കി, ഇത് ശരിയല്ലെന്ന് നിങ്ങളൊന്ന് ആലോചിക്കുക. നിങ്ങളുടെ ഓരോ ഫ്ലോറിനകത്തും ഈ നടന്നിങ്ങനെ ചിറകടിച്ച് പറക്കുന്ന കുറേ നേഴ്സുമാർ കാണും. അവർക്കെന്നും പേരും കയ്യടിയുണ്ട്. നിങ്ങളും ഇതേ പണി ചെയ്യുന്നുണ്ട്, ഇതിനെക്കാട്ടിലും ബെറ്ററായിട്ട് നിങ്ങൾ ഔട്ട്പുട്ട് കൊടുക്കുന്നുണ്ട്. ബട്ട് യു ഡോണ്ട് ഗെറ്റ് എനിത്തിങ്, ഇസ്ന്റ് ഇറ്റ്? നിങ്ങൾക്ക് അപ്രിസിയേഷൻ ഒന്നും കിട്ടത്തില്ല, നിങ്ങൾക്ക് ഒരിക്കലും പേര് കിട്ടത്തില്ല. അതിന് നിങ്ങൾ സ്വയം ആശ്വസിച്ചത് എന്തോ, എനിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ എൻ്റെ കടമ ചെയ്യുന്നു, വീട്ടിൽ പോകുന്നു, എനിക്ക് ശമ്പളം കിട്ടുന്നു. ആണോ? ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കുത്തലുണ്ട്, നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ട്. ബട്ട് വി ഡോണ്ട് നോ ഹൗ ടു പ്രസൻറ്റ് ഇറ്റ്, അല്ലേ? അതാണ് ഇന്ത്യൻ പ്രൊഫഷൻസിൻ്റെ സംഭവം. ഈ പ്രോബ്ലം സോൾവിങ് സ്കിൽ എന്നുള്ള സംഭവം മാത്രം ദയവ് ഇതൊന്ന് വളർത്തിയെടുക്കുക. അത് വെസ്റ്റേൺ കൾച്ചറിനകത്ത് അത് മാത്രമേ ആവശ്യമുള്ളൂ. അവരൊരിക്കലും ചോദിക്കത്തില്ല നിങ്ങൾ രാവിലെ മുതൽ രാത്രി വരുന്ന പണിഞ്ഞിട്ടാണോ ഈ സംഭവം തീർത്തണം. അവർ ചോദിക്കില്ല. നിങ്ങൾക്ക് അവരെ പ്രസൻറ്റ് ചെയ്യേണ്ട കാര്യവുമില്ല. ഇഫ് യു ഡൂ ദാറ്റ്, അവർക്ക് മനസ്സിലാകുന്നത് നിങ്ങൾ അവരെ ഇമ്പ്രസ് ചെയ്യാൻ ശ്രമിക്കാനാണ്. അതായത് ഇപ്പോൾ ഇത് ഈ ഇന്ത്യൻ കൾച്ചറിൻ്റെ ഭാഗമായിട്ടാണ് പറഞ്ഞത്. നമ്മുടെ ആൾക്കാർക്കിടയിൽ ഇത് ഭയങ്കര കൂടുതലാണ്. ഏഷ്യൻസിനിടയിൽ പ്രസൻറ്റഡ് ബൈ ലൈക്ക് മൈ ഗുഡ്നസ് ഐ ആം ദ വൺ ഹിയർ, എൻ്റെ ചുറ്റും കറങ്ങുന്ന ലോകവും ഭൂമിയും ഓഫീസും എന്ന് കാണിക്കാൻ പാടുപെടുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ നിങ്ങളുടെ ചുറ്റും കാണും. ശ്രദ്ധിച്ച് നോക്കൂ, അത് ഭൂരിഭാഗവും ഏഷ്യൻസ് ആയിരിക്കും. എന്നാൽ ഈ പറഞ്ഞ ആൾക്കാർ ബേസിക്കലി നിങ്ങൾ നോക്കി ഒരു 10 വർഷത്തേക്ക് ആപ്പെടുത്ത് നോക്കിയാൽ മതി. ഇവരിങ്ങനെ കയറി പോകുന്നുണ്ടോ നോക്കിയാൽ മതി. അവരെ ആരും മാനേജറാക്കില്ല.
അവർക്ക് സാലറി ഒക്കെ കൂട്ടി കിട്ടുന്നുണ്ടായിരിക്കും, അതൊക്കെ നോർമലായിട്ട് കിട്ടിക്കോളും. മണി അടിക്കുന്നതിൻ്റെ ഭാവം ഒന്ന് കൂട്ടുന്നതിന് അങ്ങനെ തന്നെ പറഞ്ഞു. പക്ഷേ ഇവർക്ക് കയറി പോകാനുള്ള കഴിവ് കുറവാണ്. കാരണം ഇവർ ഈ ഇമ്പ്രസ് ചെയ്ത് ജീവിച്ചു പോയി. ഇവരുടെ തലയിൽ കിടക്കുന്ന വയറിങ് അങ്ങനെയാണ്ട് ഇവർ ഇമ്പ്രസ് ചെയ്ത് ജീവിച്ചു പോയി. അതുകൊണ്ട് തന്നെ ഇവരെ ഒരിക്കലും അടുത്ത സ്റ്റേജിലോട്ട് ആരും പരിഗണിക്കില്ല. ദേ ആർ വർക്കേഴ്സ്, ദേ ആർ ആൻസ്. അവർക്ക് ഒത്തിരുന്ന് പണിഞ്ഞുകൊണ്ടിരിക്കും. വഴി കൂടെ പോകുന്നവരെല്ലാം ഞാൻ പണിക്കാരനാണോട്ടോ, ഞാൻ ഭയങ്കര പണിക്കാരനായിട്ടോ കാണിച്ചുകൊണ്ടിരിക്കും. 10 years ഗ്യാപ്പിനകത്ത് അവർ മാക്സിമം 1 2 3 സ്റ്റെപ്പ് കയറും. അതിന് മുകളിലോട്ട് ഇവർ കയറാൻ പോകുന്നില്ല. ഇതാണ് ഈ വെസ്റ്റേൺ കൾച്ചറിനകത്ത് നിങ്ങൾ ആൾക്കാരുടെ മുമ്പ് ഷോ കാണിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം. നിങ്ങളെ തന്നെ ഡേഞ്ചർ ചെയ്തുകൊണ്ടിരിക്കുക, നിങ്ങളെ തന്നെ ഹാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ഓർത്തിരിക്കാമെന്ന് പറഞ്ഞതേ ഉള്ളൂ. ഈ ഇമ്പോസ്റ്റർ സിൻഡ്രോംസ് തിരിച്ചറിയാൻ ഒന്നുകൂടി ചെക്ക് ലിസ്റ്റ് പറയാം. ഒന്ന് ഓവർ പ്രിപ്പറേഷൻ. നിങ്ങളൊരു മീറ്റിങ്ങിനോ ഒരു ടാസ്കിനോ വല്ലതും പോകുന്നു, ഇങ്ങനെ വലിയ നോട്ടൊക്കെ ആയിട്ട് പ്രിപ്പയർ ആയിട്ട് അവിടെ ചെല്ലുന്നു, അങ്ങനെ എടുക്കുന്നു, ഇങ്ങനെ എടുക്കുന്നു. ഷോയാണ്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് കാര്യം പ്രസൻറ്റ് കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. പക്ഷേ അതിനു മുമ്പ് ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നു കാണിക്കണം. 2, ആരെങ്കിലും നിങ്ങളെ ഒന്ന് പ്രശംസിച്ചു, ഉടനെ അതിൻ്റെ ആവശ്യം നോ ഇറ്റ്സ് ഓക്കെ, നോ ഐ ഡോണ്ട് നീഡ് ഇറ്റ്, ജസ്റ്റ് പ്യുവർ ലക്ക്, ഐ ഡിഡ്ന്റ് ഡു എനിത്തിങ്. ഈ സ്റ്റൈലുള്ള സാധനങ്ങൾ പറയാതിരിക്കുക. ദാറ്റ് മേക്സ് യു അഗെയിൻ ലോ ഇൻ ഫ്രണ്ട് ഓഫ് ദം. ഞാൻ ഈ പറഞ്ഞതൊന്നും മറ്റുള്ളവർക്ക് മനസ്സിലായില്ലേ, അത് ഉള്ളിലുള്ള പ്രശ്നമാണ്. ഈ ഇമ്പോസ്റ്റർ സിൻഡ്രോംകാരുടെ ഒരു പ്രശ്നമാണിത്. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ പേടിപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അവർ പറയുന്നത് നാട്ടുകാർക്ക് മനസ്സിലാകുന്നത്. മനസ്സിലായില്ലേ ഇവിടെ ഉള്ളവർ ചോദിച്ചോളും. അല്ലാതെ ഇവിടെ ഉള്ളവർ വായും പഴം ആൾക്കാരല്ല. അവർ ക്ലിയറായിട്ട് പറയാം, റിയലി സോറി, ഐ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ്, കുഡ് യു പ്ലീസ് റിപ്പീറ്റ് എന്നവർ പറയും. പിന്നെ ഈ ഓരോ മിനിറ്റിലെയും കമ്പാരിസൺ, ഞാൻ ഇത്രയും ചെയ്തിട്ട് എനിക്കൊന്നും കിട്ടിയില്ല, ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്നെ അവർ പരിഗണിച്ചില്ല, എന്നെ മറ്റേ ആൾക്കാർ പരിഗണിച്ചു, പക്ഷേ എനിക്കത് ഇന്ന അവസരം എനിക്ക് കിട്ടിയില്ല, മറ്റവനത് കൊടുക്കേണ്ടതായിരുന്നു, അതിനേക്കാളും കൂടുതൽ എനിക്ക് തരേണ്ടതായിരുന്നു, പക്ഷേ എന്നെ പരിഗണിക്കുന്നില്ല. ഇതെല്ലാം ബേസിക്കലി ഈ കമ്പാരിസൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സ്വഭാവം ഉണ്ടല്ലോ. ഭൂരിഭാഗം മലയാളി പെണ്ണുങ്ങളുടെ കാര്യമാണ് എടുത്ത് പറയുന്നത്. ആണുങ്ങളില്ലായൊന്നുമില്ല. ദൈവം തന്നു, ഭാഗ്യം, അനുഗ്രഹം, ബ്ലെസ്സിങ്, ഈ സാധനങ്ങൾ അധികം ഉപയോഗിക്കാതിരിക്കുക. യു വർക്ക് ഫോർ ഇറ്റ്, യു ഏൺഡ് ഇറ്റ്, അഡ്മയർ ഇറ്റ്, കൺഗ്രാച്ചുലേറ്റ് യുവർ സെൽഫ്, താങ്ക് അതേഴ്സ്. ഇത്രയും ചെയ്യേണ്ടതുള്ളൂ. ഈ ഇമ്പോസ്റ്റർ സിൻഡ്രോം നിങ്ങളുടെ ഉണ്ടെങ്കിലും മാറ്റിയെടുക്കാണ്ടൊരു വഴിയാണ് ഈ പറയുന്നത്. അതിൻ്റെ സ്ട്രാറ്റജി ഒന്ന്, ഈ ഭാഗ്യം ഈശ്വരൻ എന്നുള്ള വാക്കുകളൊന്ന് മാറ്റി വെക്കുക. 2, ഡേറ്റ ഉപയോഗിക്കുക. ഈ ഞാൻ നെഞ്ചിനകത്ത് 5 വർഷം മുമ്പ് ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ ഇങ്ങനെ ഉണ്ടായി, എന്നിട്ട് എന്നോട് ഇങ്ങനെ കാണിച്ചു, 2 മാസം മുമ്പ് ഇന്ന സ്റ്റേഷനകത്ത് ഞാനത് ചെയ്തപ്പം എന്നോട് ഇങ്ങനെ കാണിച്ചു, പക്ഷേ മറ്റവനത് കൊടുത്തില്ല. ഡസൻറ്റ് മാറ്റർ. നിങ്ങൾ ഈ വികാരം എന്ന് പറയുന്ന സാധനം എടുത്ത വികാരം വെച്ചുകൊണ്ടല്ല നിങ്ങളുടെ വർക്ക് പ്ലേസ് വർക്ക് ചെയ്യേണ്ടത്. ഡേറ്റ, പ്യുവർ ഡേറ്റ. You did something better in 3 years' time. If you have data or you have evidences, show that. ഡേറ്റ മാത്രം ഉപയോഗിക്കുക. വികാരപ്പുറത്തുള്ള പ്രകടനങ്ങൾ കഴിവത് ഒഴിവാക്കുക. നമ്മുടെ നാട്ടുകാർക്ക് ഇല്ലാത്തൊരു സ്വഭാവമാണത്, ഈ മെൻറ്ററെ സീക്ക് ചെയ്യുന്നത്. അത് എനിക്ക് വേറൊരാളോട് പോയി എന്നെ അതൊന്ന് പഠിപ്പിച്ച് തരാമോ, ഈസ് ദർ എനിത്തിങ് എൽസ് ഐ ഷുഡ് ഡു, ഓർ ക്യാൻ യു സജസ്റ്റ് മീ സംതിങ് ബെറ്റർ ദാൻ ദിസ്. ഇത്തരം സാധനങ്ങൾ ചോദിക്കാൻ നമ്മുടെ ആൾക്കാർക്ക് മടിയാണ്. അവരൊരു സാധനം ചെയ്തു, അതാണ് അൾട്ടിമേറ്റ്. അവർ സ്വയം അങ്ങ് വിശ്വസിക്കുന്നു, വേറൊരാളോട് പോയി ചോദിക്കത്തില്ല. ഒരു സീനിയർ ആളായിരിക്കാം, ജൂനിയർ ആളായിരിക്കാം, അല്ലെ നിങ്ങളെക്കാട്ടും വേറൊരു ഐഡിയ ഉള്ള ആളായിരിക്കാം, നിങ്ങൾക്കും അറിയാതെ, പക്ഷേ ചോദിക്കത്തില്ല. ചോദിച്ചു കഴിഞ്ഞാൽ വില കുറഞ്ഞു പോകുന്നൊരു ഫീലിംഗ്. ഇതും ഇന്ത്യൻ കൾച്ചറിൻ്റെ ഭാഗമാണ്. ചെയ്യരുത്. ഇതൊക്കെ നിങ്ങളുടെ വില കുറച്ചുകൊണ്ടിരിക്കുകയാണ്. Again, they will think that you're acting, you're showing off, you're an imposter, that's it. പിന്നെ ഒരു മിസ്റ്റേക്ക് ജേർണൽ, അത് ദയവ് ചെയ്ത് ഞാൻ എപ്പോഴും പറഞ്ഞ നേഴ്സുമാരായിട്ടുള്ള ആൾക്കാർ എപ്പോഴും ഒരു നോട്ട് ബുക്ക് സൂക്ഷിക്കാമെന്ന് ഞാൻ പറയും. അതിനകത്ത് എടുത്ത് പറയേണ്ട ഒരു സംഭവമാണ്, ഇത്തരം ഒരു ചെറിയ നോട്ട്ബുക്ക് നിങ്ങളുടെ ഉറക്ക കാലങ്ങളിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് കാലം ഒരു 4-5 വർഷം നിങ്ങൾ ഈ സംഭവം ഈ ഹാബിറ്റായിട്ട് സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് വെറുതെ പറയുമല്ല, ഇന്നും ഒരു ഹാൻഡ് ഓവർ അടുത്ത് പോയിരിക്കുമ്പോൾ എനിക്ക് എന്നും ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലമാണെങ്കിലും ഞാനൊരു പേപ്പറിനകത്ത് എഴുതിയെടുക്കും. എന്തുകൊണ്ടാണെന്നറിയോ? മേബി എവറിത്തിങ് ഐ നോ ദർ. എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം അവിടെ നടക്കുന്നത് എന്താണ്, എങ്ങനെ ചെയ്യണമെന്ന് അറിയാം. എനിക്ക് പ്രത്യേകിച്ച് ഹാൻഡ് ഓവറിൻ്റെ ആവശ്യമില്ലായിരിക്കാം, പക്ഷേ ഇതെൻ്റെ എവിഡൻസാണ്. എനിക്ക് കിട്ടിയ ഹാൻഡ് ഓവർ ഇതാണ്. അത് നിങ്ങളും ചെയ്യണം എന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. ഈ ഇമ്പോസ്റ്റർ സിൻഡ്രോത്തിനകത്ത് ഈ നോട്ട്ബുക്കിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യു ക്യാൻ ഡു എ മിസ്റ്റേക്ക് ജേർണൽ. നിങ്ങൾക്ക് തെറ്റുപറ്റിയ കാര്യങ്ങൾ, ഞങ്ങളൊരാളോട് സംസാരിച്ചപ്പോൾ ഇങ്ങനൊരു വാക്ക് ഉപയോഗിച്ച് പോയി ആൻഡ് ദേ ഗോട്ട് അപ്സെറ്റ്. ഞാൻ റെസിഡൻറ്റിനോട് സംസാരിച്ചപ്പോൾ എൻ്റെ സൗണ്ട് ഇച്ചിരി റേസ് ആയിപ്പോയി, എനിക്ക് അവർ അപ്സെറ്റായി, അല്ലെങ്കിൽ അവരെന്നോട് ഷൗട്ട് ചെയ്തു. യു ഡു ദി മിസ്റ്റേക്ക് ജേർണൽ. നമ്മുടെ മിസ്റ്റേക്കുകൾ കൂടുതൽ എഴുതുക എന്നാണ് പറഞ്ഞത്, അല്ലാതെ മനസ്സിലാക്കുക എന്നല്ല പറഞ്ഞത്. എഴുതുമ്പോൾ ഉള്ള ഗുണം എന്നറിയോ, നിങ്ങൾ ഇത് അഡ്മിറ്റ് ചെയ്യുവാണ്. നിങ്ങൾക്ക് വേണേലും വേണമെങ്കിൽ നിങ്ങൾ സ്വയം അഡ്മിറ്റ് ചെയ്യണം. ആൻഡ് ദാറ്റ് മേക്സ് എ ബിഗ് ഡിഫറൻസ്. പ്ലീസ് മെയിൻറ്റെയിൻ എ മിസ്റ്റേക്ക് ജേർണൽ. പിന്നെ മറ്റുള്ളവരും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. എന്തെങ്കിലും കിട്ടിയ അന്നേരം ഈ ഇമ്പോസ്റ്റർകാരുടെ സ്വഭാവമാണ്, ഇതുവരെ കഷ്ടപ്പെട്ടിട്ട് കിട്ടിയ ആ ഒരു നേട്ടം, ആ നേട്ടത്തിൻ്റെ പുറകെ തട്ടിട്ട് അങ്ങോട്ട് തുള്ളി മൂട് കയറി കിട്ടിക്കും. ബാക്കിയുള്ള ഒന്നും അല്ലത്രേ. ഇത്രയും വർഷം നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്ത ആളുകൾ, അവർ ചിലപ്പം നിങ്ങൾക്ക് അവരെ അറിയത്തുകൂടില്ല. അവർ ചിലപ്പോൾ ഇതിനെക്കാട്ടും വലിയ മാനേജ്മെൻറ്റ് പൊസിഷനിൽ വന്നിരിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെക്കാട്ടിലും വലിയ പദവികൾ അലങ്കരിച്ചിട്ട് ആ ജോബ് മാറിയിട്ടകത്ത് വന്നിരിക്കുന്ന ആൾക്കാരായിരിക്കും. നിങ്ങൾക്ക് അവരെ അറിയില്ല. ഡോണ്ട് ഡു ദിസ്, ഡോണ്ട് ഡു ദിസ് കൈൻഡ് ഓഫ് ഷോ ഓഫ്സ്. വീണ്ടും നമ്മുടെ നാട്ടുകാരെ കുറിച്ചാണ് പറയുന്നത്. ചെയ്യരുത്. ദേ ഓൾസോ വർക്ക്, ദേ ഓൾസോ സ്ട്രഗിൾ എന്നൊരു ബോധം നിങ്ങളുടെ തലയിൽ ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ ലോങ് ഫ്യൂച്ചറിൽ യു വോണ്ട് റീച്ച് എനിവർ.
വിൽ ബി ജസ്റ്റ് കട്ട് ഓഫ്. ആൾക്കാർക്ക് അറിയാം എങ്ങനെ കട്ട് ചെയ്യണമെന്നുള്ളത്, അത് അവർ ചെയ്തോളൂ. ഇത്രയെല്ലാം പറയാനുള്ള ഏക കാരണം പറഞ്ഞാൽ നിങ്ങൾ ഒരു സ്ഥലത്തോ ഒരു ജോബിലോ ഒരു നേട്ടത്തിലെത്തുന്നത് ആരെയും വഞ്ചിച്ചിട്ടോ പറ്റിച്ചിട്ടോ ആയിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ അല്ല ഭൂരിഭാഗം പേര് എത്തുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വഞ്ചന കൊണ്ടല്ല, പകരം നിങ്ങളുടെ റിസൈലൻസ് കൊണ്ട്, നിങ്ങളുടെ എഫേർട്ട് കൊണ്ടാണ് നിങ്ങൾ അവിടുത്തെ എത്തിയതെന്നും ആ എഫേർട്ടിനെ നിങ്ങൾ ആദ്യം അംഗീകരിക്കണമെന്നും പഠിക്കുക. യു ഷുഡ് ബി ദ ഫസ്റ്റ് പേഴ്സൺ ടു കൺഗ്രാജുലേറ്റ് യു. യു ഷുഡ് ബി ദ ഫസ്റ്റ് പേഴ്സൺ ടു സേ താങ്ക് യു, സേ ഓർ അഡ്മയർ യുവർ സെൽഫ്. ഇല്ലെങ്കിൽ ബാക്കിയുള്ളത് ചിലപ്പോൾ നിങ്ങളെ അംഗീകരിച്ചത് വരത്തില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും കണ്ടിട്ട് നിങ്ങളെ അംഗീകരിക്കാനും നിങ്ങളുടെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കാനും ആദ്യം നിങ്ങൾ പഠിക്കുക. ഈ സ്വയം പൊങ്ങിന്നും എളിമയില്ലാത്തെന്നുള്ള വാക്കൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത് അട്ടത്ത് വെക്കുക. അത് ഈ രാജ്യത്ത് ആവശ്യമില്ല. ഈ രാജ്യത്ത് നിങ്ങൾ കാണിക്കുന്ന മണ്ടത്തരമാണ്. ആൾക്കാർ അങ്ങനെ എന്നെക്കുറിച്ച് പറഞ്ഞാലോ എന്നൊക്കെ ഓർത്തൊന്നും ജീവിക്കരുത്. യു ഷുഡ് അഡ്മയർ യുവർ സെൽഫ് ആൻഡ് യു ഷുഡ് പ്രസൻറ്റ് ദാറ്റ് ഓൾസോ വിത്ത് അതേഴ്സ്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ഒഴിവാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങളുടെ കരിയറിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി മുമ്പോട്ട് പോകും. ഇതെന്തുകൊണ്ട് എടുത്ത് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ജീവിക്കുന്ന ആൾക്കാർക്കെല്ലാം ഈ രണ്ട് തട്ടിലാണ് ഇവർ ജീവിക്കുന്നത്. രണ്ട് ടൈപ്പിലുള്ള മുഖങ്ങൾ ഇവർ കാണിക്കുന്നുണ്ടെന്നുള്ളത് വേറെ ആർക്കും അറിയത്തില്ലെങ്കിലും നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കൂടെ താമസിക്കുന്നവർക്ക് അറിയാം. അതിലെ പ്രധാന ആൾക്കാരാണ് നിങ്ങളുടെ പിള്ളേർ. നിങ്ങളുടെ പിള്ളേരെ കറക്റ്റ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അമ്മ ഫോൺ എനിക്കങ്ങനെ എനിക്ക് താല്പര്യമൊന്നുമില്ല, എനിക്ക് വേണ്ട, എനിക്ക് ശമ്പളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, എനിക്കങ്ങനെ പോകണമെന്ന് കയറി പോകണമെന്ന് എനിക്ക് ആഗ്രഹമൊന്നുമില്ല, എനിക്ക് ഈ ബാൻഡൊക്കെ തന്നെ ധാരാളം, നമുക്ക് ശമ്പളം കിട്ടിയാൽ മതി, എങ്ങനെയും ജീവിച്ച് പോയാൽ മതി എന്ന് ഫോൺ പറഞ്ഞിട്ട് അങ്ങോട്ട് വെക്കുന്ന അമ്മ അടുത്ത സെക്കൻഡ് ഇവിടെ കിടന്ന് കല്ല് കൊള്ളി തുള്ളു. എന്നാലും അവൾക്ക് കിട്ടിയെങ്ങനെ? ത്രേസ്യാമിക്ക് കിട്ടിയില്ല, ഇസാമിക്ക് കിട്ടി, മറ്റവർക്ക് കിട്ടി, എനിക്ക് കിട്ടിയില്ല, ഉണ്ടാക്കി വെച്ചത്. അല്ലെങ്കിൽ അവളൊക്കെ മാനചാരെ സൂപ്പിച്ച് നടക്കുന്ന അങ്ങനെ കിട്ടുന്ന എന്നുള്ള വാചകം കേൾക്കുമ്പം യു ആർ ലൂസിങ് യുവർ വർത്ത് ഇൻ ഫ്രണ്ട് ഓഫ് യുവർ കിഡ്സ്. നിങ്ങളുടെ കിഡ്സാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേറെ ഒരു ഓഡിയൻസ് നിങ്ങളുടെ മുമ്പിൽ ഇല്ലെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. ഞാൻ ദൈവത്തെക്കുറിച്ചും അനുഗ്രഹത്തെക്കുറിച്ചും നല്ല പറഞ്ഞത്, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ വില ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ സ്വയം ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. നാളെ നിങ്ങളുടെ പിള്ളേരാണ് നിങ്ങളെ ആദ്യം വിശ്വസിക്കാതിരിക്കുന്നത്. നിങ്ങളുടെ രണ്ട് സ്വഭാവമുള്ള ഡബിൾ ഷെയ്ഡഡ് മനുഷ്യനാണെന്നുള്ളത് നിങ്ങളുടെ പിള്ളേർ അന്നേരം തന്നെ പഠിച്ചു കഴിഞ്ഞു. 1, 2, 3 ഇൻസിഡൻറ്റ് കഴിയുമ്പോൾ നിങ്ങളുടെ പിള്ളേർക്കറിയാം ഷീ വിൽ സേ സംതിങ് ആൻഡ് ആക്ട് സംതിങ് എൽസ്. അതുകൊണ്ട് തന്നെ ഈ പിള്ളേർ ഒരു ടീനേജ് പരുവം കഴിയുമ്പം നിങ്ങളെ വിശ്വസിക്കില്ല. ബിക്കോസ് ദേ നോ ദറ്റ് യു വട്ട് എവർ യു ആർ ഷോയിങ് അബൌട്ട് ഗോഡ്, ഫെയ്ത്ത്, ട്രസ്റ്റ്, appreciation, everything is fake. You are a fake person and some people will think that you are a fraud because നിങ്ങൾ ഇതിനകത്ത് പുറത്ത് വന്നുകൊണ്ട് പിന്നെ 100 കളികൾ കളിക്കുന്നുണ്ട് ഈ പിള്ളേർ കാണുക വെച്ചു, യു ആർ എ ഫ്രോഡ് അല്ലേ? അതുണ്ടാകാതിരിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇതൊന്ന് കെയർഫുള്ളായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ജീവിക്കുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, ചിന്തിക്കുകയാണെങ്കിൽ ജീവിതത്തിനകത്ത് ഒത്തിരിയേറെ കാര്യങ്ങൾ മാറും. ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി ലൈഫ് വളരെ ബെറ്റർ ആവും, നിങ്ങളുടെ കരിയർ ചിലപ്പോൾ ബെറ്റർ ആവും, നിങ്ങളുടെ വർക്ക് ലൈഫ് ചിലപ്പോൾ വളരെ ഈസി ആൻഡ് ഹാപ്പി ആയിരിക്കും ഒരു പക്ഷേ. ബിക്കോസ് യു ആർ അഗെയിൻസ്റ്റ് യുവർ സെൽഫ്. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.